ഹലോ, ഇന്നെൻ്റെ മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ കുറച്ച് നേരമായിട്ട് എഴുന്നേറ്റത്. ക്യാമറ ഓണാക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം. തലേദിവസം എനിക്ക് അലക്കാനും വേറെ ക്ലീനിങ്ങുകൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാനും അങ്ങനെ പണികൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 5:30 എഴുന്നേറ്റ് ആ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വെടുപ്പാക്കി. നമ്മുടെ ഉള്ളിയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ശരിക്കുള്ള ഇന്നത്തെ ജോലി ശരിക്കും തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തിൻ്റെ ഫോൺ കേടായ കാരണം ആ ഫോണ് വാങ്ങിച്ചുകൊണ്ട് പോയിണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല അതൊന്നും. പിന്നെ ഞാൻ എന്താ എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ചായ വെച്ച് ചേട്ടൻ്റെ ചോറ് വാർത്തു. ഇന്ന് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. 1-ാം തീയതിയാണ്. ഞാൻ 1-ാം തീയതി അങ്ങനെ അറിയാറില്ല കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ 1-ാം തീയതി അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ സാമ്പാറാക്കാമെന്ന് വെച്ചു. സാമ്പാറിനുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ല, എന്നാലും പരിപ്പും എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തട്ടിക്കൂട്ടി സാമ്പാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ പരിപ്പൊക്കെ കഴുകി അടുപ്പത്ത് വയ്ക്കണം. അതിന് മുന്നേ എനിക്ക് കാലത്ത് വിശക്കണുണ്ട്. പക്ഷേ നമുക്ക് 8 മണിക്ക് പോണേറ്റ് മുന്നേ എന്തോരം ഫുഡ് കഴിക്കാൻ പറ്റും? കാര്യമായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പീസ്, ഒരു പകുതി കഷ്ണം പഴം പുഴുങ്ങിയതോ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പൂവാറാകുമ്പോൾ കുറച്ചും കൂടി ഫുഡ് കഴിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പറ്റില്ല വിശപ്പ് മാറാനുള്ളത്. അല്ലെങ്കിൽ പോണ നേരത്ത് തിരക്കടിച്ചും കണ്ടിട്ട് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചായ റെഡിയായി. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, സാമ്പാറിനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ റെഡിയാക്കി ആറ്റിയെടുത്തു. എനിക്ക് ചേട്ടനുള്ള ചായ മാത്രമേ വെക്കാറുള്ളൂ. നമ്മുടെ ആദ്യത്തിന് ചിലപ്പോൾ വന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് മാത്രം അവിടെ വയ്ക്കും. എന്നുവെച്ചാൽ അവർക്ക് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, അല്ലാണ്ട് കുടിക്കൊന്നും വേണ്ട. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ചായ ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് പരിപ്പ് അടുപ്പത്തേക്ക് വെച്ചു. ചേട്ടാ അപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിങ്ങോട്ട് രണ്ടുപേരും കൂടി ഒരു 5 മിനിറ്റ്, കുറേ നേരമൊന്നും ഇരിക്കില്ല, ഒരു 5 മിനിറ്റൊക്കെ ഒന്നിരുന്ന് ചായ കുടിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. ഞാനപ്പോൾ പപ്പായമെന്ന് ഒരു പപ്പായ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് സാമ്പാറിലേക്ക് കഷ്ണങ്ങൾ അധികം ഇല്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ അത് ഒന്ന് പൊട്ടിച്ച് തരാനായിട്ട് പോവാണ്. പിന്നെ അത്യാവശ്യം ഇരുട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല വെളിച്ചം തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും അത്യാവശ്യം ഇരുട്ടുണ്ട്. 6:30 ഒക്കെയാണ് നേരം വെളുത്തത്. ചേട്ടാ അത് പൊട്ടിക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ കോവയ്ക്ക ഉണ്ടോ എന്ന് നോക്കാൻ പോയി. അപ്പോൾ 2-3 കോവയ്ക്കും കിട്ടി. കോവയ്ക്ക സാധാരണ സാമ്പാറിൽ ഇടാറില്ല, എന്നാൽ കഷ്ണങ്ങളില്ലാത്ത സാഹചര്യം കണക്കിലെടുത്ത് ഞാനത് അങ്ങനെ ഇട്ടു. നല്ല ഇരുട്ടാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ 2-3 കോവയ്ക്കും കൂടി കിട്ടി, അതും കൂടി കൊണ്ടുവന്നു. പിന്നെ അതാ ഞാനും ചായ പകർത്തി ഞാനും കുടിക്കുകയാണ്. പിന്നെ ഞാൻ ആ കഷ്ണങ്ങൾ അരിയിലും ചായ കുടിക്കലും ഒരുമിച്ച് ചെയ്തു കേട്ടോ. ഇന്നലെ എന്താ വയ്ക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോഴാണ് 1-ാം തീയതിയാണെന്ന് തോന്നിയപ്പോഴാണ് സാമ്പാറിനമ്മയ്ക്ക് പിടിച്ചത്. പിന്നെ സാമ്പാർ വയ്ക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാന്നേ, ശ്രീകുട്ടില്ലാത്തതുകൊണ്ട് കറികൾക്കും ഒന്നും ഒരു ചിലവില്ല. ആദ്യത്തിനും ഭയങ്കര കുറവാണ്, എല്ലാതും വേണ്ടോ. ചേട്ടനും അങ്ങനെ ഇത്തിരി സാമ്പാർ അങ്ങനെ ചാറ് ഒഴിച്ച് കഴിക്കുന്ന ആൾ ശ്രീകുട്ടനായിരുന്നു. അപ്പം അതുകൊണ്ട് സാമ്പാർ വെച്ചാൽ ഇന്ന് കഴിയില്ല, എന്നാലും പിന്നെ വയ്ക്കുക ഒരാഗ്രഹത്തിന് പുറത്ത്. ചേട്ടൻ ചെയ്ത് നമ്മുടെ വാഴേനെ നനയ്ക്കുന്നുണ്ട്. പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കടമകൾ നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചേട്ടന് പിന്നെ എന്തില്ലെങ്കിലും ആ മുറ്റത്തൊന്ന് ഇറങ്ങി കറങ്ങി നടന്ന് എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയാലാണ് സമാധാനമുള്ളൂ കേട്ടോ. ആൾക്കൊരു മൈൻഡ് ഫ്രഷ് ആവാൻ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകും ചീരയും ഒക്കെ ഒന്ന് നനച്ചു. ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ പരിപ്പൊക്കെ വിസിലടിച്ച് അവിടെ എടുക്കുന്നുണ്ട്. കൊള്ളിയുണ്ടല്ലോ കപ്പ, അത് ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് വേവിച്ച് ഒരു വിസിലടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം കപ്പ എടുത്ത് കാച്ചാൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ വെച്ചു. അല്ലെങ്കിൽ നീല കളർ ആവുകയാണ് കേട്ടോ. കപ്പ കേടായി പോവുക. അപ്പോൾ അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേവിച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിലോട്ടോ അങ്ങനെയൊക്കെ വയ്ക്കാം. പിന്നെ നമുക്ക് മീൻ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിക്കനല്ല ബീഫ് വാങ്ങിക്കുമ്പോഴൊക്കെ ഇട്ട് ആക്കാമല്ലോ. പക്ഷേ പിന്നെ ഞാൻ ആ കപ്പയുണ്ടല്ലോ കുറച്ച് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടെടുത്തു കേട്ടോ. അതിനൊരു ഇത് കൂടുതലുണ്ടായിരുന്നു, ഒരു വഴുവഴുപ്പെന്ന് പറയാം. അപ്പം ഞാനത് കഴുകിയിട്ടെടുത്തു. അപ്പോഴാണ് നല്ല എന്നാലും ഒന്നിനൊന്നും തൊടാണ്ടൊന്നിരുന്നില്ല വെച്ചാൽ നല്ല കൊള്ളിയാന്ന് തോന്നുന്നുണ്ട്. ഒരു വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത്തിരി സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കോൽപ്പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചു. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇത്തിരി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അല്ല സാമ്പാർ പൊടിയല്ല, കായത്തിൻ്റെ പൗഡർ. പിന്നെ മല്ലിയില ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ചേട്ടൻ എന്താ എനിക്ക് കുളിക്കാനുള്ള വെള്ളം മുറ്റത്ത് ചൂടൊക്കെ നല്ല ചൂടോടുകൂടി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുറ്റത്ത് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ വിറകുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് കാരണം. അല്ലെങ്കിൽ പിന്നെ ഗ്യാസമ്മ വയ്ക്കാറാണ് പതിവ്. പിന്നെ ഞാൻ വേസ്റ്റ് കളയാനൊക്കെ അങ്ങോട്ട് ചെന്നതാണ്. വേസ്റ്റൊക്കെ കളഞ്ഞ്
ആ പാത്രങ്ങൾ കഴുകാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ വേസ്റ്റ് കളഞ്ഞ് അടുക്കള തുടച്ചിടുകയെങ്കിലും ചെയ്യും. ചില ദിവസം ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പെടയാൻ ഞാൻ പറയാം വയ്യായൊക്കെ മാറി ഒരുവിധം സെറ്റായിട്ട് വരുന്നുള്ളൂ. ഫുൾ ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഒരുവിധം ഉഷാറായി കേട്ടോ. തീരെ എഴുന്നേൽക്കാൻ പോലും പറ്റണുണ്ടായിരുന്നില്ലല്ലോ രാവിലെ. എന്തെങ്കിലും ഒരു തരം കറി മാത്രം വെക്കലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്നും ഉഷാറായിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ അധികം ശരീരത്തിന് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും കടന്നു പോകും. അത് കാരണം കൊണ്ട് പതുക്കെ നോക്കിയിട്ട് തന്നെ എല്ലാ ജോലികളും ചെയ്യണുള്ളൂ. എൻ്റെ ശരീരത്തിന് റെസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം ഞാനത് അവിടെ ഇട്ടിട്ട് വന്ന് ഇരിക്കുകയോ കിടക്കുകയോ എന്താണെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യൂ കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ രീതി എന്ന് പറയുന്നത്. എന്തായാലും അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാവട്ടെ. പകുതി മുക്കാൽ മാറി, എന്തായാലും കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി മാറുന്നു വിചാരിക്കുക. പിന്നെ വേഗം വന്നൊന്ന് മുറ്റടിച്ചു. ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഞാൻ നേരത്തെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുല്ലുള്ളത് കൊണ്ട് അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഓരോ പോലൊക്കെ തന്നെയാണ്. എന്നാലും ഇവിടെ ഇരുമ്പമ്പുളിയും മാവും ഒക്കെ ഉള്ള കാരണം അത്യാവശ്യം ചവറ് വീടുണ്ട്. ചിലപ്പം അതൊന്ന് കാലത്ത് അടിച്ചിടും, ചിലപ്പോൾ വൈകുന്നേരം ആവും ചിലപ്പോൾ അടിച്ചിടുക, അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ വന്ന് തീയൊന്നും കൂടി കത്തിച്ച് തിരി നിരക്കുന്ന അവിടെ ഇരുന്നു. നമ്മുടെ സാമ്പാർ അപ്പോഴേക്കും ആവണ്ടേ, കഷ്ണം വെന്തിട്ട് ഉണ്ടായിരുന്നില്ല. സമയമുണ്ട് അതിനിടയ്ക്ക്. വേണമെങ്കിൽ അലക്കണമെങ്കിൽ അലക്കായിരുന്നു. ഞാൻ പിന്നെ വൈകുന്നേരമാണ് കൂടുതലും തുണികൾ കഴുകാടാറ് കേട്ടോ. കാലത്ത് എനിക്കൊന്ന് റിലാക്സ് ആയിട്ടാണ് പോകാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ജോലി സ്ഥലത്ത് ചെന്നാലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ്. കായപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്. ഞാൻ മല്ലിയിലയും കൂടി ഇടാം ഈ ഒരു സമയത്ത്. എൻ്റെ മല്ലിയില ഞാനിങ്ങനെ ടിന്നിലാക്കി വെക്കാറ് പതിവ്. അപ്പോൾ അതിങ്ങനെ വെള്ളം ഉണ്ടല്ലോ ഇന്നും ചെരിഞ്ഞ് കിടന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ സൈഡിലോട്ടായപ്പോൾ അത് ചീഞ്ഞു പോയി. അങ്ങനെ അപ്പം രക്ഷയില്ല, മല്ലിയില ഇടാൻ രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ മല്ലിയില ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പോവാറായ സമയമായി ഞാനത് പൊട്ടിക്കാനൊന്നും പോകാൻ നിന്നില്ല. വേഗം ചോറ് പകർത്തി കൊടുത്തു. അപ്പം എന്തൊക്കെ പണികൾ വേണമെങ്കിലും നമ്മളെ സഹായിക്കും. പക്ഷേ ചേട്ടൻ ചോറ് പകർത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത. ചോറ് പകർത്തെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ചോറ് പകർത്തി. അപ്പോൾ ചോറ് പാത്രത്തിൽ തന്നെ ഒരു ചെറിയൊരു പാത്രം വെച്ച് അതിൽ തന്നെയാണ് ഉപ്പേരിയുടെ ചാറ് വേറെ പാത്രത്തിലാക്കും കേട്ടോ. ചമ്മന്തിയൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ ഒക്കെ വളരെ ലിമിറ്റാക്കും, അങ്ങനെ കേട്ടോ. അതിനിടയ്ക്ക് സാമ്പാർ വറുത്തിട്ടിട്ടില്ല. ഇത്തിരി ഉലുവയും കടുകും വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടുക, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറേ സാധനങ്ങളില്ലാത്തതുണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ എല്ലാതും തികഞ്ഞിട്ട് അങ്ങോട്ട് ഞാനങ്ങനെ എന്താ പറയുക റെസിപ്പി മാത്രമായിട്ടൊന്നല്ലല്ലോ ഇടുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കണ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ കൂട്ടുകാരോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ അതിനിടയ്ക്ക് ഒരു ഇത്തിരി സാമ്പാറിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ ഇത്തിരി ചോറ് വന്നുകൊണ്ട് ചില ദിവസമൊന്നും കഴിക്കില്ല കേട്ടോ. ചില ദിവസം അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, തിരിച്ച് വരണം എനിക്കതിലേക്ക് രാവിലെ തന്നെ. പിന്നെ ഇതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന അപ്പം തന്നെ തേനെല്ലിക്ക ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തേനെല്ലിക്കയിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. എന്നാൽ ഉപ്പിലിട്ട നെല്ലിക്കുമല്ല എന്ന ഒരവസ്ഥയായി. എന്നാലും ഞാൻ ഞാൻ കാട്ടിയത് കേട്ടോ. എന്താ വെച്ചാൽ നെല്ലിക്ക ദിവസം ഓരോന്ന് കഴിക്കണം നല്ലതാണെന്ന് പറഞ്ഞു. ഉപ്പിലിട്ട് വെള്ളത്തിലിട്ട് കഴിക്കണേറ്റവും നല്ലത് നമ്മളിങ്ങനെ നെല്ലിക്ക ആവിയിൽ വേവിച്ചിട്ട് പനഞ്ചക്കരയാണ്, പനഞ്ചക്കര എന്നൊക്കെ പറയില്ലേ, അതിലിട്ടിട്ട് വരട്ടിയ പോലെ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ വേവ് കൂടിപ്പോയി കേട്ടോ നെല്ലിക്കര. അല്ലെങ്കിൽ പിന്നെ തേനിലിടാം. അപ്പോൾ വേവ് കൂടിപ്പോയ കാരണം എന്നാലും ഞാൻ ശ്രമം ഉപേക്ഷിച്ചൊന്നുമില്ല, എനിക്ക് കഴിക്കാനല്ലേ. അപ്പോൾ അത് കാരണം കൂടെ ഓരോ നെല്ലിക്കകത്താക്കല്ലേ വേണ്ടോയെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ ശർക്കര ഉരുക്കി അതിലിത്തി ചുക്കുപൊടിയും ഒരു നുള്ളു ഉപ്പൂൻ്റെ പൊടിയും കൂടി ഇട്ടു കേട്ടോ. എനിക്കിങ്ങനെ മധുരം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിതൊക്കെ ഇടുന്നത്. പക്ഷേ നെല്ലിക്ക ഇട്ടപ്പോൾ ആ കയ്പും കൂടി ഇറങ്ങിയപ്പോൾ വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ചിങ്ങനെ വരട്ടിയെടുക്കണം നല്ലതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അതിൽ ശർക്കര നീരിൽ അങ്ങനെയൊക്കെ ഇടുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ശരിക്കും അടിപൊളിയായിട്ടൊരു തേനെല്ലിക്ക ഉണ്ടാക്കണം. തേൻ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിക്കലൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും പനഞ്ചക്കര വാങ്ങിച്ചിട്ട് ശരിക്കും നമുക്കധികം വേവാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ. അതും എന്താ പറയുക, ആ ഒരു നീരുണ്ടല്ലോ ശർക്കര നീര്, ആ നെല്ലിക്കാമ ഇങ്ങനെ ഉരുണ്ടിരിക്കുക എന്ന് പറയില്ലേ, പെരണ്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മൾ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവായപ്പോൾ പാത്രത്തിലേക്ക് പകർത്തിച്ചു. പിന്നെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ നെല്ലിക്ക ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരീശ കളറൊക്കെ ആയി തുടങ്ങി നെല്ലിക്ക. ഇനി എടുത്തു വെച്ചാൽ അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ എടുത്ത് കളഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. അപ്പോൾ ബാക്കിയുള്ള നെല്ലിക്ക ഞാൻ വേറൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ചധികം മുളക് മുറിച്ചിട്ടു, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ മുളക് നന്നായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു മുളകൊക്കെ അടിച്ചു കൂട്ടാമല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത കറിയൊക്കെ ആകുമ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. നെല്ലിക്കയിലൊക്കെ ഉള്ള മുളക് നല്ല ടേസ്റ്റില്ല, ആ പുളിയും
ഉപ്പും എരിവൊക്കെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. കല്ലുപ്പ് ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം, ഞാൻ ഒഴിച്ചില്ല എന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ, അത് അധികം ദിവസമൊന്നും ഇരിക്കില്ല, അങ്ങനെ കേടാവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അപ്പോൾ കൂടുതലൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അടുത്തത് ലോങ് വീഡിയോ ആയിട്ട് ക്ലീൻ വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുമെന്ന് അറിയില്ല, സാധിക്കാൻ വെച്ചാൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷമൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ തേനെല്ലിക്കും ഇട്ടു, നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഇട്ടു. ഞാൻ പറഞ്ഞില്ല തേനെല്ലിക്ക ശരിക്കും ഇങ്ങനെയല്ല, എന്താ പറയുക, എൻ്റെ ചായ ഇങ്ങനെയല്ല, ഇത് ഞാനല്ല എന്നൊക്കെ പറയില്ലേ നമ്മുടെ തമാശയിൽ, അതുപോലത്തെ ഒരവസ്ഥ. പോട്ടെ. അപ്പോൾ അതാ ചേട്ടൻ വന്നു, പഴവും കപ്പലണ്ടി മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് കാണുന്നത്. അപ്പോൾ കപ്പലണ്ടി ചൂടുള്ള കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. ആൾ പഴം കൊണ്ടുവന്നാൽ അത് അപ്പം തന്നെ ഒന്ന് രണ്ടെണ്ണം കഴിക്കും. ഞാനങ്ങനെ കഴിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനും അവിടെ നിന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? ഫുഡ് ചെന്നാൽ തന്നെയാണ്, പാകത്തിനുള്ള ഫുഡ് ചെന്നാൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. പാകത്തിനുള്ള ഫുഡും ആവശ്യത്തിനുള്ള റെസ്റ്റും നമ്മുടെ മൈൻഡും റിലാക്സ് ആവണം അതുപോലെ തന്നെ, എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ എന്നെയും കൂടി കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ കപ്പലണ്ടിയൊക്കെ കഴിച്ചു. ആദ്യത്തെയും കുളിക്കുകയായിരുന്നു, കുറേ നേരം വിളിച്ചിട്ടും വന്നില്ല. ആദ്യത്തേനെ ഫോണൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കൂർ. ഓക്കെ, ബൈ.